ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണമൊക്കെ കഴിഞ്ഞോ സർ? ഒരു വാർത്തയും കേൾക്കുന്നില്ലല്ലോ. എന്ന് ഞാനൊരു വാർത്ത പറയാം. ഡൽഹി സ്ഫോടനങ്ങളുടെ ഒരു ആസൂത്രണം മുഴുവൻ നടന്നത് ഹരിയാനയിലെ ഫരീദാബാദിലുള്ള ഒരു സർവകലാശാലയിലാണ്. വാർത്ത ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഡോക്ടർമാരാണ് മുസമ്മിൽ പിന്നെ ഡോക്ടർ ഷഹീൻ, പിന്നെ ഭൂരിപദം പൂകിയ ഉമർ നബി, ഇവരെല്ലാം ഈ സർവകലാശാലയിലെ മെഡിക്കൽ കോളേജിലാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ലാബറട്ടറിയിലാണ് ബോംബ് വരെ ഉണ്ടാക്കിയത്. ആ അൽഫലാഗ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയുമോ? അൽഫലാഗ് യൂണിവേഴ്സിറ്റി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി എന്ന് പറഞ്ഞാൽ ജപ്തി ചെയ്തു. പക്ഷേ ഒരു വാർത്തയും വന്നതായിട്ട് വാർത്ത നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കുമല്ലോ. കേരളത്തിലിപ്പോൾ ഈ വൈറ്റ് കോളർ ടെററിസമാണ് അന്ന് അവിടെ നടന്നതെന്ന് പറഞ്ഞപ്പോൾ പോലും ഇവിടെ ചില ആളുകൾക്ക് നൊന്തു. അങ്ങനെയൊക്കെ പറയാമോ? അത് ഉമർ നബി അങ്ങനെ ചെയ്തെങ്കിൽ അവൻ പൊട്ടിച്ച് അത് അവൻ മുസ്ലിമിനെ ഒന്നും ഇസ്ലാമിനെ പറയരുത്. അത് അവർക്ക് തോന്നിയ ഡോക്ടർ ഷഹീൻ എന്ന് പറഞ്ഞ വനിത ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുസമ്മിൽ ഉണ്ടെങ്കിൽ അതൊന്നും പറയരുത്. അതൊന്നും മതമില്ലല്ലോ, അതൊന്നും മതമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മതമുണ്ട്. അൽഫലാഹ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി എല്ലാ യൂണിവേഴ്സിറ്റി ചട്ടങ്ങളും ലംഘിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വാർത്ത നാക്കിൻ്റെ അക്രഡിറ്റേഷൻ അവർക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു നാക്ക് എ ഗ്രേഡ് കൊടുത്തു വ്യാജമായി പരസ്യം കൊടുത്തിട്ടാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചത്. ആ അംഗീകാരം പോയിരുന്നു. അതിനിടയ്ക്ക് കോടതി ഈ മുസമ്മിലൊക്കെ പ്രവർത്തിച്ച ഈ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറഞ്ഞാണ് ഉള്ളതാണ്. ഈ അൽഫലാഗ് എന്നുള്ള പേരിൽ ഇയാൾ ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളും കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനം ഇയാൾക്ക് വേണ്ടി സർക്കാർ ഇത്തിരി ഭൂമി കൊടുത്തിരുന്നു പണ്ട്. ഇയാൾക്കൊരു ഒരു ട്രസ്റ്റോ മറ്റോ തുടങ്ങാൻ വേണ്ടിയിട്ട്. സർക്കാർ അന്ന് മുൻപ് കോൺഗ്രസിൻ്റെ കാലത്തല്ലേ മുസ്ലിം പേരുള്ള ആരെന്ത് ചോദിച്ചാലും കൊടുക്കും, അല്ലെങ്കിൽ അവർ കയ്യേറി പണിതാൽ ഒന്നും മിണ്ടില്ല. BJP വന്നതിന് ശേഷമാണ് ഈ നുഴഞ്ഞ കയ്യേറ്റങ്ങൾ മുഴുവൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുപറ്റി? ഇയാൾക്ക് അങ്ങനെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തൊരു ഭൂമിയുണ്ട്. അവിടെ ഒരു ചെറിയ വീട് വെക്കാനാണ് കൊടുത്തത്. പക്ഷേ അയാൾ അവിടെ വലിയ ഓഫീസുകൾ ഉണ്ടാക്കി. അൽഫലാഗ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഓഫീസുകളൊക്കെ അവിടെ ഉണ്ടാക്കി. അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഹരിയാന സർക്കാർ നടപടി എടുത്തപ്പോഴത്തേക്ക് കോടതി പറഞ്ഞ് സ്റ്റേ ചെയ്ത് പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പൊളിക്കാൻ പാടില്ലല്ലോ, ഒരു മുസൽമാൻ്റെ സ്ഥാപനമല്ലേ, അത് പൊളിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. മതേതരത്വം തകർന്നു വിടില്ല. കയ്യേറ്റമാണെങ്കിലും പൊളിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത്. ഇപ്പം UP-യിലാണെങ്കിലും ആസാമിലാണെങ്കിലും കയ്യേറ്റങ്ങൾ, റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിക്കുമ്പോൾ ഇവിടെ ആളുകൾക്ക് നൊമ്പരം കൊണ്ടങ്ങ് പൊളയുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മനുഷ്യരല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റൂ? കുറച്ച് ഭൂമിയല്ലേ. ഒരാൾ വന്ന് സോണിയാഗാന്ധിയുടെ വളരെ വിശ്വസ്തയായ ഒരു പെണ്ണുമ്പിള്ള വന്നിട്ട് പറഞ്ഞല്ലോ, അയ്യോ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടിയാണ്, കുറച്ച് റോഹിംഗ്യൻ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ഇന്ത്യയെ താമസിച്ച എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പൊളിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കോടതി എന്തായാലും വിലക്കി. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടി തുടർന്നതിൻ്റെ ഭാഗമായി അവരുടെ 140 കോടി രൂപയുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്തു. 54 ഏക്കറിലാണ് ഈ ഫരീദാബാദിൽ അൽഫലാഗ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്ന. അതായത് ഹരിയാന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്യാമ്പസാണ്. 54 ഏക്കറിലുണ്ട്. ആ ക്യാമ്പസിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ അതിൻ്റെ പക്കലില്ല. നമ്മൾ മുമ്പ് ചെയ്തൊരു വീഡിയോ കാണിച്ചിരുന്നു. അവിടുന്ന് കുറേ സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു മൈതാനം പോലെ വിജനമായ സ്ഥലമാണ്. 54 ഏക്കർ എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ഏരിയയാണ്. അവിടെ കുറേ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ബോർഡുണ്ട്, മദ്രസ എന്നൊരു ബോർഡുണ്ട്. നമ്മൾ ചുറ്റും നോക്കിയാൽ മദ്രസ കാണത്തില്ല. മദ്രസ ഭൂമിക്കടിയില്ല. എന്നിട്ട് ഭൂമിക്കടി മദ്രസ ഉണ്ടാക്കുന്നത്. ബങ്കർ ഉണ്ടാക്കി ആൾ ഖമനയൊക്കെ പോയിരിക്കുന്ന പോലെ ഭൂമിക്കടിയിൽ മദ്രസയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പകൽ വെളിച്ചത്തിൽ പുറത്ത് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നതുകൊണ്ട് ഭൂമിക്കടി നടത്തിയേക്കാന്ന് വെച്ചതായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ഈ അൽഫലാഗ് ക്യാമ്പസിൻ്റെ അകത്തെ മദ്രസ ഭൂമിക്കടിയിലാണ്. അതും കണ്ടുപിടിച്ചു. ആൾക്ക് സംശയം, എന്തിനാണ് ഭൂമിക്കടിയിലുണ്ട്? ബങ്കറിന് സമാനമായിട്ട് ഒരു മദ്രസ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവിടെ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ വലിയ കെട്ടിടങ്ങളൊക്കെ വന്നു. ഈ ഏരിയ മുഴുവൻ കെട്ടിടങ്ങളാണ്. സ്ഥലമില്ല എങ്കിൽ നമുക്കൊരു അണ്ടർഗ്രൗണ്ട് സാധനം ഉണ്ടാക്കാം. വലിയ മരുഭൂമി പോലെയുള്ളൊരു പ്രദേശത്ത് എന്തിനാണ് ഭൂമിക്കടിയിൽ മദ്രസ? അങ്ങനെ ചോദ്യം അന്നേ ഉയർന്നിരുന്നു. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചപ്പോൾ 450 കോടി രൂപ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കാസർഗോഡ് ഒരു കോളേജിനെ കുറിച്ച് അടുത്തിടയ്ക്ക് പറഞ്ഞിരുന്നു. അതായത് കുനിയ കോളേജ് എന്ന് പറഞ്ഞ കോളേജ് കാസർഗോഡുണ്ട്. അതിലും ED പരിശോധിച്ചപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് കാശ് അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. എത്ര രൂപയായിരിക്കും എന്നറിയാമോ? എത്ര വരെ പോവാം? 1000 ഒന്നുമില്ല കേട്ടോ. വലിയ സ്കെയിലിൽ അത് 220 കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ചുമ്മാ ഒരാൾ വിദേശത്ത് നിന്ന് സംഭാവനയായിട്ട് കൊടുത്തത് 220 കോടി രൂപ. ആ കോളേജ് എന്ന് പറഞ്ഞാലോ ഒരു 7 നക്ഷത്ര ഹോട്ടൽ പോലെയുള്ളൊരു കോളേജ്.
വലിയ മീനാനഗരങ്ങളൊക്കെയുള്ള 5 സ്റ്റാർ അല്ല 7 സ്റ്റാർ ലെവലുള്ള ഹോട്ടൽ. കാസർഗോഡുള്ള ചില ആളുകൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ സാധനമൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്, ഇതെന്താണെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് റബ്ബ് ചെയ്തപ്പോൾ ഉണ്ടായതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം അങ്ങ് പൊങ്ങി വന്നു. വളരെ പെട്ടെന്ന് അവിടെ ഒരു വിജനമായ പ്രദേശം വാങ്ങിയിട്ട് അവിടെ ഒരു കോളേജ് ഉണ്ടായി വരുന്നു. ആ കോളേജിൽ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഈ അടുത്തിടയ്ക്ക് അവിടെ ഒരു വലിയ വിവാദം ഉണ്ടായി. അതായത് ആ കോളേജിലെ കൂണിയ കോളേജിലെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായിട്ട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ നടപടിയെടുത്തു. ആ കുട്ടി എന്നിട്ട് കോളേജിൻ്റെ മുകളിൽ കയറി ആത്മഹത്യാഭീഷണിയൊക്കെ മുഴക്കി. അത് അവിടെ കൃത്യമായ മതശാസനം അനുസരിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും മിണ്ടാൻ പാടില്ല. കോളേജേ, അതായത് പ്രായം 18 വയസ്സ്, സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ശേഷിയുള്ള, രാജ്യത്തിൻ്റെ ഭരണാധികാരം വരെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ചെറുപ്പക്കാർ പഠിക്കുന്ന കോളേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മിണ്ടാൻ പാടില്ല എന്നുള്ള നിയമമുള്ള കോളേജാണ്. അവിടെ IAS ഉൾപ്പെടെയുള്ള പട്ടാളത്തിൽ ചേരാൻ ഉൾപ്പെടെയുള്ള പരിശീലനങ്ങളൊക്കെ നടക്കുന്നു സ്ഥലവാസികൾ പറയുന്നുണ്ട്. അവർക്ക് ഗേറ്റിനകത്ത് കയറാൻ പറ്റില്ലല്ലോ, അവർക്ക് പറ്റാത്തതുകൊണ്ട് അവർ കുശുമ്പ് പറയുന്നതായിരിക്കും. ഏതായാലും ദുരൂഹമായ സാഹചര്യത്തിൽ വളരെ പെട്ടെന്നുണ്ടായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം 220 കോടി രൂപയാണ് അവരുടെ അക്കൗണ്ടിൽ നിയമവിരുദ്ധമായി വിദേശ നാണ്യ ചട്ടങ്ങളൊക്കെ ലംഘിച്ച് വന്നതെന്ന് കണ്ടുപിടിച്ചതും ED ആണ്. അതേ ED ഇപ്പോൾ ഈ കോളേജിൻ്റെ നടപടി എടുത്തു. ED ഇപ്പം കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്നറിയോ? നമ്മൾ ഈ സ്കൂളിലൊക്കെ പിള്ളേരെ പിടിക്കുമല്ലോ, സ്കൂളിൽ ഡിവിഷൻ ഫോൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് എന്തറിയോ, ഈ ഇന്ത്യൻ നാഷണൽ മെഡിക്കൽ കൗൺസിൽ പരിശോധനയ്ക്ക് വരും ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവരെന്തറിയോ, ആ ചുറ്റുപാടുള്ള കുറേ ഡോക്ടർമാരെയൊക്കെ വിളിച്ചുകൊണ്ടിരും. എന്നിട്ട് അവരൊക്കെ അവിടുത്തെ അധ്യാപകരാന്ന് പറയും. ആ നാട്ടിലുള്ളവരോട് പറയും, ഇന്ന് വൈകുന്നേരം ബിരിയാണി ഉണ്ട്, 500 രൂപയും തരാം, നീ രോഗിയാണെന്നും പറഞ്ഞ് ബെഡിൽ കിടന്നാൽ മതിയെന്ന്. സത്യം EDയുടെ റിപ്പോർട്ടിലാണ്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിന് ഇത്ര ബെഡുകൾ വേണം, ബെഡുകളിൽ രോഗികൾ വേണം, ഡോക്ടർമാർ വേണം. അതിനെന്ത് ചെയ്യും? നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ വിസിറ്റൊക്കെ നേരത്തെ അറിയാൻ പറ്റും, ചോർത്തി കിട്ടും. ഇതൊക്കെ ചിക്കിളി കിട്ടുന്ന ഏർപ്പാടാണ്. എന്നിട്ട് ഇവർ വരുമ്പോഴത്തേക്ക് ആശുപത്രി കിടക്കകളിലൊക്കെ സ്ഥലവാസികളൊക്കെ പിടിച്ച് പനിയാണ്, തുള്ളൽ പനി പോലെ വിറയ്ക്കുന്ന ആൾ, ഇങ്ങനെ പലതരത്തിലുള്ള രോഗികളൊക്കെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടർമാരെ ഉണ്ടാക്കും. ചിലപ്പോൾ അവിടെ പശുവിനെ കറക്കാൻ നിൽക്കുന്നവനായിരിക്കും സ്റ്റെതസ്കോപ്പ് വിട്ട് ഡോക്ടറായിട്ട് ഇരിക്കുന്നത്. കാരണം സർട്ടിഫിക്കറ്റ്, ഒരു ഡോക്ടർ എവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണട്ടെ എന്നാരും ചോദിക്കത്തില്ലോ. ഡോക്ടർ, ഞാൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ, പശുവിനെ കറക്കലാണല്ലോ ജോലി, അങ്ങനെയൊക്കെ പറയുമായിരിക്കാം. എന്തായാലും അങ്ങനെയുള്ള ഡോക്ടർമാരും വ്യാജ രോഗികൾ ഒക്കെ ഈ അൽഫലാഹ് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. EDയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പിന്നെ പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 493 കോടി രൂപ, 493 കോടി രൂപ, നേരത്തെ പറഞ്ഞ 450 കോടിയുടെ ക്രമക്കേടിന് പുറമെ 493 കോടി രൂപ എവിടെ നിന്നോ ഒക്കെ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടിലേക്ക് വന്നിരുന്നു. ഈ 493 കോടി രൂപയും ഈ ജാവേദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറഞ്ഞ മുതലാളിയുടെ കുടുംബ ട്രസ്റ്റുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു, അതിന് 450 കോടി രൂപ അതിനകത്ത് ക്രമക്കേട്. അതുകൂടാതെ കോളേജിന് 493 കോടി രൂപ സംഭാവനയും മറ്റുമായിട്ട് വരുന്നു. അത് മുഴുവൻ പുള്ളിയുടെ വീട്ടിലേക്ക് മാറ്റുന്നു. ഇത് ഒരു ഹമാസിൻ്റെ രീതിയാണ്. ഹമാസ് എന്നും പറഞ്ഞ് ഈ പലസ്തീനിൽ ഗസയിൽ ഈ പോരാളികൾ ചത്താ നന്നായിരിക്കും, എത്രയും പെട്ടെന്ന് 72 ഹൂറിയ കിട്ടുമല്ലോ, മധ്യപ്പുഴയിൽ നീന്താമല്ലോ എന്ന് പറഞ്ഞിട്ട് മതജീവികളായിട്ട് മതം കഴിച്ച് ജീവിക്കുന്ന കുറേ ആളുകൾ തോക്കുമെടുത്ത് ഇസ്രായേൽ പട്ടാളത്തിനോട് ചെല്ലും, അവർ വെടിവെച്ച് കൊല്ലും. ഇവരൊക്കെ ചത്ത് കഞ്ഞിയും കുടിച്ച് നിവർത്തിയില്ലാതെ ഈ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഇവൻ്റെയൊക്കെ നേതാക്കന്മാർ ഖത്തറിൽ സുഖലോലുപതയിൽ ഷാമ്പയിനും അടിച്ച് സുന്ദരിമാരുമായിട്ട് കെട്ടിമറിഞ്ഞ് നടക്കുക എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം ഇതിനെ സഹായിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഹമാസുകാർക്ക് പൈസ വരുന്നതുകൊണ്ട് സൂഹിക്കുന്ന ആരാണ്? നേതാക്കന്മാരുടെ ഭാര്യ ഉപയോഗിക്കുന്ന ബാഗിന് വരെ ചാകുന്നതിന് മുമ്പ് മറ്റേ പുള്ളിയുണ്ടല്ലോ, ഈ ഡ്രോൺ വന്ന് വെടിവെച്ച് വന്ന ആളുണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയി, ഇതിന് ഇവരുടെയൊക്കെ പേരോർത്തിരിക്കുന്നത്. അയാളുടെ ഭാര്യ തുരങ്കത്തിൽ കയറുമ്പോൾ കയ്യിരിക്കുന്ന ബാഗിന് 30 ലക്ഷം രൂപ വില. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടുന്നാണ്? ലോകത്തെമ്പാടുമുള്ള ദീനികളായ ആളുകൾ കൊടുക്കുന്ന സംഭാവനയാണ്. അങ്ങനെ അൽഫലാഹ് സർവകലാശാലയ്ക്കും കിട്ടിയ സംഭാവന 493 കോടി രൂപ നമ്മുടെ ജാവേദ് അഹമ്മദ് സിദ്ദിഖി സ്വന്തം കുടുംബ ട്രസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ED കണ്ടെത്തി. അപ്പോൾ മനസ്സിലായല്ലോ, ജിഹാദിൻ്റെ വഴിയെ, ജിഹാദ് എന്ന് പറയുന്നത് നല്ല വരുമാനമുള്ള, നല്ല തോതിലുള്ള ധനാഗമക മാർഗ്ഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നൊരു മാർഗ്ഗമാണ്. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഡോക്ടർ മുസമിൽ, ഡോക്ടർ ഉമർ നബി, ഡോക്ടർ ഷഹീൻ, വനിതാ ഭീകര അല്ലേ, അവളുടെ കാറിൻ്റെ ഡിക്കിയിൽ നിന്നാണ് AK-47 കിട്ടിയത്. ഇവരെ ഒക്കെ ഈ കോളേജിൽ നിയമിച്ചത് ഇവരെക്കുറിച്ചുള്ള ഒരു പരിശോധനയും നടത്താതെ. ഡോക്ടർ ഷഹീൻ വന്നിട്ട് ഞാനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞാൽ, എന്നാൽ ചേച്ചി നാളെ മുതൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ. ഡോക്ടർ നബി വന്നപ്പോൾ ഞാൻ ഡോക്ടർ നബി എന്ന് പറഞ്ഞപ്പോൾ
നവിയാണോ? വണക്കം സാർ, അങ്ങേ പ്രൊഫസറാക്കിയിരിക്കുന്നു. എന്ത് പറയുന്ന തരത്തിൽ നിയമിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, അത് നമ്മൾ തമാശയായിട്ട് പറയുന്നത് എടുക്കണ്ട. ഇതൊക്കെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായി, ഒരു വലിയ ടെറർ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ഇവരെയൊക്കെ കണ്ടെത്തി സർവകലാശാലയുടെ മറവിൽ ഭീകരപ്രവർത്തനം നടത്തി യമഡോക്ടർമാരെ ഉൽപ്പാദിപ്പിക്കുന്ന സർവകലാശാലയായിരുന്നു അൽഫലാഹ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ വാർത്തയിൽ നിന്നൊക്കെ മറന്നുപോയി. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, കേന്ദ്ര ഏജൻസികൾ അവരുടെ പണി വൃത്തിക്ക് നടത്തുന്നുണ്ട്. ഈ സർവകലാശാല എല്ലാ വിദ്യാർത്ഥികളുടെ കോഴ്സൊക്കെ പൂർത്തിയാക്കാൻ സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി മിക്കവാറും ഇ.ഡി കൊണ്ടുപോയി അടച്ചുപൂട്ടുക മാത്രമല്ല ഇടിച്ച് നിരത്തുമോ എന്നറിയില്ല. ഏതായാലും കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, ഹരിയാന ഭരിക്കുന്നതും BJP ആണ്. തീവ്രവാദത്തിനോട് നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുടെ മുന്നിൽ സവിശേഷമായ വാർത്തകളും വർത്തമാനങ്ങളുമായി വരുന്നുണ്ട്. നമ്മുടെ ചാനലിനെ സഹായിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ പേജ് തുറന്നു വരും. അതിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കണും അമർത്താൻ മറക്കാതിരിക്കുക. ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക.